ഹലോ ഗേയ്സ്, ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ റൗണ്ട് 4 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കോമ്പറ്റീഷനാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് സിയുടെയും മത്സരങ്ങളായിരുന്നു ലൈവ് ആയിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പ് ബിയുടെയും ഡിയുടെയും ഓഫ് സ്ട്രീം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഗ്രൂപ്പ് വൈസ് പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയുടെ പോയിന്റ് ടേബിളിൽ ജെല്ലി ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് 214 പോയിന്റോടെ. സെക്കൻഡ് ഗോഡൽ നിൽക്കുന്നുണ്ട് 194 പോയിന്റുമായിട്ട്. ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ ക്വാളിഫൈ ചെയ്യാൻ. ഗ്രൂപ്പ് ബിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ടീമിന്റെ ലൈവ് സ്ട്രീം ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഡേയിൽ നമുക്ക് ഗ്രൂപ്പ് ബിയുടെ മാച്ചുകൾ ലൈവ് സ്ട്രീം ആയിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. സോള് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തി 234 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത്. WSB ഫിനിഷ് ചെയ്ത് 203 പോയിന്റോടെ നാലാം സ്ഥാനത്ത്. നമ്മുടെ മല്ലൂർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ 1 മുതൽ ലാസ്റ്റിലുണ്ടായിരുന്ന ടീം ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചുകൊണ്ടാണ് ഒരു ടോപ്പ് 4ലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ മാത്രം 55 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് 174 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ബ്ലൈൻഡ് സ്പോർട്സും അടിപൊളി കംബാക്കാണ് ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 മുകളിൽ പോയിന്റ്സ് ടീമിന് എന്തായാലും വേണം എന്നുള്ളത്. ഇന്നലെ 6 മാച്ചുകളിൽ 72 പോയിന്റാണ് ബ്ലൈൻഡ് സ്പോർട്സ് സ്വന്തമാക്കിയത്. അടിപൊളിയായിട്ട് തന്നെ ടീം ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു ഡോമിനേഷനും കീപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ 10ാം സ്ഥാനത്തും 8ാം സ്ഥാനത്തേക്ക് എത്തി 158 പോയിന്റുമായിട്ട് ഈ ഒരു പ്ലേ ഓഫ്സിലേക്ക് ബ്ലൈൻഡ് സ്പോർട്സ് ക്വാളിഫൈ ആയിരിക്കുകയാണ്. പക്ഷേ RNBക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. 14ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഗ്രൂപ്പ് സിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്നലെ അവരുടെ മാച്ചുകൾ ലൈവ് സ്ട്രീം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വസിഷ്ഠ സ്പോർട്സ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തി 175 പോയിന്റുമായിട്ട്. സെക്കൻഡ് ഫോറം എത്തി 165 പോയിന്റുമായിട്ടും. തേർഡ് കാർണിവൽ ഗെയിമിംഗ് എത്തി 163 പോയിന്റുമായിട്ട്. 9ാം സ്ഥാനത്താണ് RNTX ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ നല്ലൊരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് വേണമായിരുന്നു. ഫസ്റ്റ് 3 മാച്ചുകളിൽ ഏകദേശം 52 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടാണ് ഉണ്ടായിരുന്നു. അതിൽ 20 ഫിനിഷസോട് കൂടിയുള്ള ഒരു ചിക്കൻ ഡിന്നറും അവർ സ്വന്തമാക്കി. അങ്ങനെ അവർ ക്വാളിഫൈ ആവുമെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 3 മാച്ചുകൾ ഭയങ്കര ലേസി ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3 മാച്ച് അവർക്ക് ഭയങ്കര ഒരു വില കൊടുക്കേണ്ടി വന്നു. വെറും 3 പോയിന്റാണ് ആ ഒരു 3 മാച്ചിൽ അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ അവർക്ക് പ്ലേ ഓഫ്സിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കാതെ പുറത്തായിരിക്കുകയാണ്. 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അവർ 153 പോയിന്റുമായിട്ട്. ആ ഒരു BMPSന് ശേഷം നടന്ന 2 മേജർ ഇവന്റുകളാണ് ഇപ്പോൾ റെഡ് ബുള്ളിന്റെയും സ്കൈ സ്പോർട്സിന്റെയും ഇവന്റ് നടക്കുന്നത്. ഈ ഒരു 2 ഇവന്റിന്റെയും സെമി ഫൈനൽസിലേക്ക് ടീമിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. ഒഫീഷ്യൽ ചാമ്പ്യന്മാര് പുറത്തായിരിക്കുകയാണ് 2 ഇവന്റുകളിൽ നിന്നും. ഈ ഒരു TXന് പുറമെ റെക്കനിങ് സ്പോർട്സ്, TZ, സർക്കാർ ഗെയിമിംഗ്, ഓട്ടോബോട്സ് തുടങ്ങിയ ടീമുകളും ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് ഡിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗോഡ്സ്ലൈൻ ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ തന്നെയാണ് 213 പോയിന്റ് ആയിട്ട്. സെക്കൻഡ് VXT എത്തി 171 പോയിന്റ് ആയിട്ട്. പിന്നീട് FSC സ്പോർട്സ്, ഇൻസെയിന്, തമിഴാസ്, ഹൈദരാബാദ് ഹൈഡ്രാസ് തുടങ്ങിയ ടീമുകളൊക്കെ ഇതിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഒരുപാട് വമ്പൻ ടീമുകളാണ് ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കാതെ പുറത്തായിട്ടുള്ളത്. അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും 8 ടീമുകൾ, ടോട്ടൽ 32 ടീമുകളാണ് ഇതിന്റെ പ്ലേ ഓഫ്സിലേക്ക് ക്വാളിഫൈ ആയത്. പ്ലേ ഓഫ്സിന്റെ ഫോർമാറ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫോർമാറ്റ് ആണ്. നമുക്ക് ആ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ പ്ലേ ഓഫ്സിൽ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എയിൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സ് വരുന്നുണ്ട്. ഗ്രൂപ്പ് ബിയിലാണ് മിത്ത് ഒഫീഷ്യൽസും വരുന്നത്. ഗ്രൂപ്പ് എയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 16 ടീമുകൾ ഉണ്ടാവും. അതിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ പിന്നീട് അപ്പർ ബ്രാക്കറ്റിലേക്ക്, അതായത് ഗ്രൂപ്പ് എയുടെ മത്സരങ്ങൾ കഴിഞ്ഞ് ടോപ്പ് 8 ടീമുകൾ അപ്പർ ബ്രാക്കറ്റിലേക്ക് ക്വാളിഫൈ ആകും. ബോട്ടം 8 ടീമുകൾ പുറത്താവുന്നില്ല. അവർക്ക് ലോവർ ബ്രാക്കറ്റ് കളിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടും. പിന്നീട് ഗ്രൂപ്പ് ബിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. ടോപ്പ് 8 ടീമുകൾ അപ്പർ ബ്രാക്കറ്റിലേക്ക് ക്വാളിഫൈ ആവും. ബോട്ടം 8 ടീമുകൾ പുറത്താവുന്നില്ല, ലോവർ ബ്രാക്കറ്റിലേക്കും ക്വാളിഫൈ ആവും. പിന്നീട് നമുക്ക് അപ്പർ ബ്രാക്കറ്റ് കാണാനായിട്ട് സാധിക്കും. അതാണ് മെയിൻ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പർ ബ്രാക്കറ്റിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ ഡയറക്റ്റ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവും. ബോട്ടം എത്തുന്ന 8 ടീമുകൾ വീണ്ടും എലിമിനേറ്റ് ആയി പോകുന്നില്ല. അവർക്ക് വീണ്ടും ഒരു ചാൻസ് എന്ന രീതിയിൽ സർവൈവൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാനുള്ള ചാൻസും കിട്ടുന്നതായിരിക്കും. ലോവർ ബ്രാക്കറ്റിലെ ടോപ്പ് 8 ടീമുകൾ സർവൈവൽ റൗണ്ടിലേക്കും ബോട്ടം 8 ടീമുകൾ പുറത്താവുകയും ചെയ്യും. പിന്നീട് നമുക്ക് സർവൈവൽ റൗണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അതിൽ നിന്ന് ടോപ്പ് 8 ടീമുകൾ ഡയറക്റ്റ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവും. ബാക്കിയുള്ള ടീമുകൾ എലിമിനേറ്റ് ആയി പോകും. അങ്ങനെ 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസ് കളിക്കാൻ പോകുന്നത്. ലോവർ ബ്രാക്കറ്റിൽ നിന്നും ബോട്ടം 8 ടീമുകളും അതേപോലെ സർവൈവൽ റൗണ്ടിലെ ബോട്ടം 8 ടീമുകളുമാണ് എലിമിനേറ്റ് ആയി പോകുന്നത്. അത് ബാക്കിയുള്ള റൗണ്ടുകളിലൊക്കെ എല്ലാവരും സേഫ് ആണ്. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാലും അങ്ങനെ പുറത്താവുന്ന ഒരു അവസ്ഥ വരുന്നില്ല. ഈ ഒരു ലെവലിലാണ് ഈ ഒരു പ്ലേ ഓഫ്സിന്റെ ഫോർമാറ്റ് വരുന്നത്. ആൻഡ് ഇന്ന് മുതൽ തന്നെ ഇതിന്റെ സെമി ഫൈനൽസും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മിത്ത് ഒഫീഷ്യൽസും ബ്ലൈൻഡ് സ്പോർട്സും ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് രണ്ടാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് റെഡ് ബുൾ എമ്മിയുടെ സെമി ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ടീമുകൾക്കും
4 മാച്ചുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഗോളിലേക്ക് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചിക്കൻ ഡിന്നർ അടക്കം 47 പോയിന്റുമായിട്ടാണ് ഒരു ആഷ് വൺ പൊസിഷനിൽ ഗോൾഡിൽ നിൽക്കുന്നത്. സെക്കൻഡ് ന്യൂമൻ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 46 പോയിന്റ് സ്വന്തമാക്കി. തേർഡ് ഒറാങ്കുട്ടാൻ നിൽക്കുന്നുണ്ട് 45 പോയിന്റുമായിട്ട്. 7ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നുണ്ട് 29 പോയിന്റായിട്ട്. ബ്ലൈൻഡ് സ്പോർട്സിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 4 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് മാച്ചിൽ തന്നെ 5 ഫിനിഷ് പോയിന്റോട് കൂടി 8 പോയിന്റും, സെക്കൻഡ് മാച്ചിൽ 2 ഫിനിഷ് പോയിന്റോട് കൂടി 2 പോയിന്റും, മൂന്നാമത്തെ വീക്കെൻഡ് മാച്ചിൽ ടീം ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. വലിയ ഫിനിഷസുകളൊന്നും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. 4 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. മാച്ച് 4 4 ഫിനിഷ് പോയിന്റ് 4 പോയിന്റ്, അങ്ങനെ ടോട്ടൽ ഒരു ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 28 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സെമി ഫൈനൽസ് ഇനിയും 2 ദിവസങ്ങൾ കൂടിയുണ്ട്. അതിൽ നിന്ന് ടോപ്പ് 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഒരു ദിവസത്തെ ലാൻഡ് ഫൈനൽസും ഉണ്ടാവുന്നതായിരിക്കും. 3 ദിവസമാണ് ഫൈനൽസ് ഉണ്ടാവുക. നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.